നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യ വികസനം സർക്കാരിന്റെ പ്രഥമ പരിഗണനയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. വന്യജീവികളെ കാട്ടിനുള്ളിൽ തന്നെ നിലനിർത്താൻ ആവശ്യമായ ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ ഗുണനിലവാര സർവേയ്ക്ക് നാളെ തുടക്കമാകും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിവസത്തെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. പോയിന്റ് നിലയിൽ കണ്ണൂർ മുന്നിൽ. കലാപരമായി ഉയർന്ന നിലവാരമുള്ള കുട്ടികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതിന്റെ പേരിൽ വിവേചനം അനുഭവിക്കാൻ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FC മത്സരം രാത്രി 7:30. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൌകര്യ വികസനം കഴിഞ്ഞ ഒരു ദശകമായി സർക്കാരിന്റെ പ്രഥമ പരിഗണനയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ 12,200 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന സൌകര്യ വികസനത്തിനുള്ള ബജറ്റ് വിഹിതം 10 വർഷങ്ങൾക്ക് മുൻപ് 2 ലക്ഷം കോടി രൂപ ആയിരുന്നത് ഇപ്പോൾ 11 ലക്ഷം കോടിയിലധികമായി വർദ്ധിച്ചു. നഗരങ്ങൾക്കകത്തും നഗരങ്ങൾ തമ്മിലുമുള്ള ആധുനിക കണക്ടിവിറ്റിക്ക് സർക്കാർ ഊന്നൽ നൽകുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡൽഹിയിലെ ഷാഹിബാബാദിൽ നിന്ന് അശോക് നഗർ വരെ പ്രധാനമന്ത്രി നമോ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്തു. HMP വൈറസ് ബാധ സംബന്ധിച്ച കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ. HMPV പരിശോധന നടത്തുന്ന ലാബുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട അവലോകനം ICMR ഈ വർഷം ഉടനീളം നടത്തുമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ചൈനയിൽ വൈറസ് പടരുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ കേരളത്തിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്തുന്നതിന് സർവേ നടത്തും. നാളെ മുതൽ ജനുവരി 12 വരെയാണ് സർവേ. സംസ്ഥാനത്താകെ 1,50,000-ഓളം പേർ വിവരശേഖരണത്തിന്റെ ഭാഗമാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിതമിത്രം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് വിവരശേഖരണ പ്രവർത്തനങ്ങൾ നടക്കുക. ഹരിതകർമ്മസേന, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് വാർഡ് തലത്തിൽ വിവരശേഖരണം നടത്തുന്നത്. വന്യജീവി ആക്രമണങ്ങളിൽ ആശങ്കയുണ്ടെന്നും വന്യജീവികളെ കാട്ടിനുള്ളിൽ തന്നെ നിലനിർത്താനാവശ്യമായ ദീർഘകാല പദ്ധതികൾ നടപ്പാക്കേണ്ടതുണ്ടെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ. നബാർഡിന്റെ സഹായത്തോടെ ഇതിനാവശ്യമായ പദ്ധതികൾ വനം വകുപ്പ് ആവിഷ്കരിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം മലപ്പുറത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ആദിവാസി യുവാവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ വേണ്ട നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു. കരുളായി മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണി ഇന്നലെ രാത്രിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനം വിവിധ വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുന്നു. 97 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 351 പോയിന്റുമായി കണ്ണൂരാണ് മുന്നിൽ. 348 പോയിന്റ് വീതം നേടി തൃശൂരും കോഴിക്കോടുമാണ് രണ്ടാം സ്ഥാനത്ത്. 344 പോയിന്റ് നേടി പാലക്കാടാണ് മൂന്നാമത്. സ്കൂളുകളിൽ 50 പോയിന്റ് വീതം നേടി പത്തനംതിട്ടയിലെ കിടങ്ങന്നൂർ SV GVHSS-ഉം ആലപ്പുഴയിലെ SN ബോയ്സ് HSS മാന്നാറുമാണ് മുന്നിൽ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള 60ഓളം ഇനങ്ങളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ രണ്ടാം ദിനം അരങ്ങേറുന്നത്. മോഹിനിയാട്ടം, ഒപ്പന, നാടോടി നൃത്തം, തിരുവാതിര, കേരള നടനം, ഓട്ടംതുള്ളൽ തുടങ്ങി ജനപ്രിയ ഇനങ്ങൾ വിവിധ വേദികളിൽ പുരോഗമിക്കുകയാണ്. അവധി ദിവസമായതിനാൽ വേദികളിൽ കാണികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ടാഗോർ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം മലയാള നാടക മത്സരം അരങ്ങേറുന്നത്. പുതുതായി ഉൾപ്പെടുത്തിയ ഗോത്ര നൃത്തകലകളിലൊന്നായ പണിയ നൃത്തം നിശാഗന്ധിയിൽ പുരോഗമിക്കുകയാണ്. കലോത്സവവുമായി ബന്ധപ്പെട്ട് KSRTC സൌജന്യ ബസ് സർവീസും നടത്തുന്നുണ്ട്. കലോത്സവത്തിന്റെ ഭക്ഷണവേദി പുത്തരിക്കണ്ടം മൈതാനത്ത് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ കുടിവെള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടാം ദിവസവും മികച്ച പങ്കാളിത്തത്തോടെ മുന്നേറുകയാണെന്ന് മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ എന്നിവർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. തെറ്റായ രീതിയിൽ ഇടപെടുമെന്ന് മുൻകാല കലോത്സവങ്ങളുടെ അനുഭവത്തിൽ സംശയിക്കുന്ന ചില പരിശീലകരെ നിരീക്ഷിക്കുന്നതിന് നടപടി സ്വീകരിച്ചു. കലാപരമായി ഉയർന്ന നിലവാരമുള്ള കുട്ടികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതിന്റെ പേരിൽ വിവേചനം അനുഭവിക്കാൻ പാടില്ലെന്നും ധാരാളിത്തം ഒഴിവാക്കാൻ അധ്യാപകർ മുൻകൈയെടുക്കണമെന്നും മന്ത്രിമാർ ആവശ്യപ്പെട്ടു.
ഭൂമി കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ ഐജി കെ സേതുരാമൻ ഇടുക്കി ചൊക്രമുടിയിൽ സന്ദർശനം നടത്തി. ചൊക്രമുടിയിലെ കയ്യേറ്റ ഭൂമിയിലെത്തിയ അദ്ദേഹം ആദിവാസി ഗോത്ര നേതാക്കളുമായി സംസാരിച്ചു. ആദിവാസികൾ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന സർക്കാർ ഭൂമിയിൽ കയ്യേറ്റവും നിർമ്മാണവും നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായതായി സേതുരാമൻ പറഞ്ഞു. റവന്യൂ ഭൂമിയുടെ വിചാരണ പൂർത്തിയായാൽ കയ്യേറ്റക്കാർക്കെതിരെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FC നേരിടും. രാത്രി 7:30 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മൻ കി ബാത്തിലൂടെ രാജ്യത്തെയും ചുറ്റുപാടുകളെയും അറിയുന്നതിനൊപ്പം കുട്ടികൾ ആ അറിവ് ഭാവി മാർഗ്ഗത്തിലേക്കുള്ള ചവിട്ടുപടിയായി കാണണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. നെഹ്റു യുവകേന്ദ്രയുടെയും ഗ്ലോബൽ ഗിവേഴ്സ് ഫൌണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മൻ കി ബാത്ത് വോളണ്ടിയർമാരുടെ പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തലശ്ശേരിയിലെ പൈതൃക ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് DTPCക്ക് കീഴിലെ തലശ്ശേരി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൌൺസിൽ സംഘടിപ്പിച്ച 4ാമത് ഹെറിറ്റേജ് റൺ പൂർത്തിയായി. വിജയികൾക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ മെഡലും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. പുരുഷ വിഭാഗത്തിൽ എത്യോപ്യയിൽ നിന്നുള്ള വാഷെ തെബേജെ കിനാറ്റോയും വനിതാ വിഭാഗത്തിൽ കേരളത്തിൽ നിന്നുള്ള റീബ അന്നയുമാണ് ജേതാക്കളായത്. വനിതകളിൽ കേരളത്തിൽ നിന്നുള്ള TP ആശ 2ാം സ്ഥാനവും ഉത്തരാഖണ്ഡിൽ നിന്നുള്ള അങ്കിത് ഭട്ട് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 1ാം സ്ഥാനക്കാർക്ക് 1 ലക്ഷം രൂപ വീതവും 2ാം സ്ഥാനക്കാർക്ക് 50,000വും 3ാം സ്ഥാനക്കാർക്ക് 25,000 രൂപയുമാണ് സമ്മാനമായി നൽകിയത്. എല്ലാ സ്പോട്ടുകളും ഫിനിഷ് ചെയ്ത ഏറ്റവും പ്രായം കൂടിയ വ്യക്തി 78-കാരനായ കോഴിക്കോട് സ്വദേശി വാസുവും ഏറ്റവും പ്രായം കുറഞ്ഞയാൾ തലശ്ശേരിയിലെ 10 വയസ്സുകാരൻ മെഹത് ബീരാനുമാണ്. ഭിന്നശേഷി വിഭാഗത്തിൽ ഷാജിയും മുഴുവൻ സ്പോട്ടുകളും ഓടി പൂർത്തിയാക്കി. തിരുനെൽവേലിയിൽ കേരളത്തിൽ നിന്ന് ആശുപത്രി മാലിന്യം അനധികൃതമായി ഉപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് IMA ഇമേജ് സംരംഭത്തെ അപകീർത്തിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന നേതൃത്വം. ആശുപത്രികളിൽ നിന്നുള്ള പൊതുമാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ ഇമേജിന് നിയമപരമായ ഉത്തരവാദിത്തമില്ല. തിരുനെൽവേലി വിഷയം സംബന്ധിച്ച അന്വേഷണത്തിനായി ബന്ധപ്പെട്ട ആശുപത്രികൾ ഊർജിത നടപടി സ്വീകരിക്കണമെന്നും IMA സംസ്ഥാന നേതൃത്വം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കോഴിക്കോട് കോർപ്പറേഷന്റെ നവീകരിച്ച മാവൂർ റോഡിലെ ശ്മശാന കോംപ്ലക്സ് സ്മൃതിപഥം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പുതിയ ശ്മശാനം കോംപ്ലക്സും നവീകരിച്ച പഴയ കോംപ്ലക്സും ചേർന്നതാണ് സ്മൃതിപഥം. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ ഭൌതികദേഹം സ്മൃതിപഥത്തിൽ സംസ്കരിച്ചിരുന്നു. മകരവിളക്കിന് ഇനി 9 നാൾ മാത്രം ശേഷിക്കെ വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S ശ്രീധർ. ഇന്ന് രാവിലെ നട തുറന്നതു മുതൽ വൈകിട്ട് 4 വരെയുള്ള കണക്കനുസരിച്ച് 54,090 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ഇതിൽ തത്സമയ ബുക്കിംഗ് വഴി 16,098 തീർത്ഥാടകർ ദർശനം നടത്തി. ശബരിപീഠം മുതൽ 18ാം പടി കയറാനുള്ള തീർത്ഥാടകരുടെ വലിയ നിരയാണ് ദർശനത്തിനായി മണിക്കൂറുകൾ കാത്തുനിൽക്കുന്നത്. മകരവിളക്ക് തീർത്ഥാടന കാലത്ത് വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായിട്ടുള്ളതിനാൽ തീർത്ഥാടകർക്ക് തത്സമയ ബുക്കിംഗ് വഴി മാത്രമാകും ഇനി അനുമതി ലഭിക്കുക. കണ്ണൂർ പഴശ്ശി ജലസേചന പദ്ധതിയുടെ കനാൽ ഷട്ടർ റെഗുലേറ്റർ നാളെ രാവിലെ 9 തുറക്കും. കനാൽ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൌകര്യ വികസനം സർക്കാരിന്റെ പ്രഥമ പരിഗണനയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. വന്യജീവികളെ കാട്ടിനുള്ളിൽ തന്നെ നിലനിർത്താനാവശ്യമായ ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ ഗുണനിലവാര സർവേക്ക് നാളെ തുടക്കമാകും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിവസത്തെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. പോയിന്റ് നിലയിൽ കണ്ണൂർ മുന്നിൽ. കലാപരമായി ഉയർന്ന നിലവാരമുള്ള കുട്ടികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതിന്റെ പേരിൽ വിവേചനം അനുഭവിക്കാൻ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FC മത്സരം രാത്രി 7:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത